മദീനയിൽ വളരെ സാധാരണക്കാരനായ പാവപ്പെട്ട ഒരു മനുഷ്യൻ പുണ്യനിബിതങ്ങളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം എവിടെ നിന്നൊക്കെയോ വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ട് കുറച്ച് മുന്തിരികൾ സംഘടിപ്പിച്ച് മുത്തുനിബിതങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അതിൽ നിന്ന് ഒന്നെടുത്ത് കഴിച്ചു. എന്നിട്ട് നബിതങ്ങൾ അയാളോടൊന്ന് പുഞ്ചിരിച്ചു. അടുത്ത മുന്തിരി എടുത്തു, വീണ്ടും കഴിച്ചു. നബിതങ്ങൾ പുഞ്ചിരിച്ചു. എന്ത് കിട്ടിയാലും തൻ്റെ കൂടെയുള്ളവർക്ക് വീതം വെച്ചു കൊടുക്കുന്ന പുണ്യനിബിതങ്ങൾ ആ മുന്തിരികൾ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചു തീർത്തു. ആ പാവപ്പെട്ട മനുഷ്യൻ താൻ കൊടുത്ത സമ്മാനം മുത്തുനിബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായി എന്ന സന്തോഷത്തിൽ തിരിച്ച് പോരുകയും ചെയ്തു. ആ മനുഷ്യൻ പോയതിനു ശേഷം വളരെ അത്ഭുതത്തോടെ സഹാബത്ത് ചോദിച്ചു, നബിയെ, പതിവിന് വിപരീതമായി ആർക്കും കൊടുക്കാതെ അങ്ങ് ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തല്ലോ. നിബിതങ്ങൾ പറഞ്ഞ മറുപടി വല്ലാതെ നമ്മെ ചിന്തിപ്പിക്കും. ആ കൊണ്ടുവന്ന മുന്തിരികൾക്ക് വല്ലാത്ത പുളിപ്പും കയ്പും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മുഖം ചുളിക്കുകയോ നീരസം പ്രകടിപ്പിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുമായിരുന്നു. സൽസ്വഭാവത്തിന്റെ സമ്പൂർണ്ണ പര്യായമായ മുത്തുനിബിതങ്ങൾ എത്ര മഹനീയമായൊരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് അന്നം തരുന്നവരാകട്ടെ, വിളമ്പി തരുന്നവരാകട്ടെ, ഡെലിവറി ബോയ്സ് ആകട്ടെ, അല്ലെങ്കിൽ വെയിറ്റർമാരാകട്ടെ, ആരോടാണെങ്കിലും മനസ്സറിഞ്ഞ് നൽകുന്ന നമ്മുടെ ഒരു പുഞ്ചിരി അവരെ ഒരു പക്ഷേ വല്ലാത്ത സന്തോഷത്തിലേക്ക് കൊണ്ടുപോകും. കയ്യിലേക്ക് വരുന്ന അന്നത്തിൽ ചെറിയ ചെറിയ അപാകതകൾ ഒരുപക്ഷെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കുന്നോളം സ്നേഹം നിറച്ചതുണ്ടാക്കി തന്ന പങ്കാളിയെ ഒരുപക്ഷെ വല്ലാതെ വേദനിപ്പിച്ചേക്കാം. സ്വന്തം ബുദ്ധിമുട്ടുകൾ സഹിച്ച് മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന സന്തോഷം അത് വലിയ ഇബാദത്താണെന്നും യാതൊരു ചെലവുമില്ലാതെ ചെയ്യാൻ കഴിയുന്ന സ്വതഖയാണെന്നും നബിതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ റമദാനിൽ നമുക്കും തുടങ്ങാൻ കഴിയുന്ന വലിയ ഒരു നന്മ ഇതാകട്ടെ, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറക്കുക. നാം ദിനേന കണ്ടുമുട്ടുന്ന ആരുമായി കൊള്ളട്ടെ, അവരുടെയൊക്കെ ഹൃദയങ്ങളെ നമുക്ക് തകർക്കാതിരിക്കാം. മനോഹരമായി ഒന്ന് പുഞ്ചിരിക്കുക, ചെറിയ അപാകതകൾ കണ്ടില്ലെന്ന് നടിക്കുക. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കാതെ മറ്റൊരാളുടെ കണ്ണീരൊപ്പുന്നവന് നാളെ പടച്ചവൻ അവന്റെ തന്നെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കും. നമ്മുടെ ഒരു നല്ല വാക്കുകൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട് ഒരാൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം പടച്ചവന്റെ അരികിൽ മലയോളം വലുതാണെന്ന് ശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു.